അപ്പം നമുക്ക് ഇന്ന് ഒരു ഗ്രീൻ പീസ് കറി വെക്കാം. ഗ്രീൻ പീസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഗ്രീൻ പീസ് കറി വെക്കാം. കുക്കറിനകത്താണ് വെക്കുന്നതെങ്കിൽ അധികമൊന്നും വേവില്ലാത്ത സാധനം, പച്ച സാധനമാണ് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം അതങ്ങ് ചെയ്യാം. ഗ്രീൻ പീസ് കറി അടുപ്പ് തീ എത്തിച്ചിട്ടുണ്ട്. ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. കറിയിങ്ങനെ ചപ്പാത്തിക്ക് ഉള്ള മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചപ്പാത്തിയും ഗ്രീൻ പീസും പെട്ടെന്ന് ഉണ്ടാക്കാം. ഗ്രീൻ പീസ് കറി എല്ലാവരും ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ആയിരിക്കണമെന്നില്ലല്ലോ. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് പാൻ ചൂടാകുമ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചെയ്യണം ഇതൊക്കെ കേട്ടോ. ഇതിന് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ മുളക്, ഇഞ്ചി, ഗ്രീൻ പീസ്, സവാള, ഇത് ഇത്രയും ചേർത്ത് നമുക്ക് ആദ്യം ഒന്ന് അടുപ്പിലോട്ട് വെക്കാം. ഒരു സവാള എടുക്കുന്നുണ്ട്. ഇത് ഇത്രയാണ് നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഒരു സവാള എടുക്കും. ഇതൊക്കെ അപ്പപ്പൊന്ന് അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഓരോന്നോരോന്ന് ചേർക്കേണ്ടുന്ന സമയത്ത് ഓരോന്നോരോന്നങ്ങ് ചേർത്താൽ മതിയല്ലോ. അപ്പം അത് ചെയ്യാം. അപ്പം എണ്ണ ചൂടാവട്ടെ. ഞാൻ സിമ്മിലാണ് വെച്ചേക്കുന്നത്. എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും കൂടെ കൂട്ടത്തിൽ ചതച്ചിട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ചെറിയ സ്ക്വയർ പീസസിൽ ചെറുതാണിത് കേട്ടോ. വളരെ ഞാൻ കുറച്ചേക്കുവാണ്. കാരണം നമ്മുടെ ഗ്രീൻ പീസിന് അധികം വേവില്ലാത്ത സാധനമാണ് ഗ്രീൻ പീസ്. അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. കഴിവതും നിങ്ങൾ ഈ പാചകം ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുക. ഒരു സ്വല്പം ഒന്ന് വൃത്തിയാക്കിയാൽ നമുക്ക് ഇങ്ങനെ അരിയുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ താഴോട്ട് വീണാൽ വലിയ പ്രശ്നമില്ല. ഗ്യാസിൻ്റെ പുറത്തൊക്കെ വീണാൽ നമുക്ക് എടുക്കാം. ഒന്ന് വൃത്തിയാക്കുക. ഞാൻ എന്നും ഗ്യാസിൻ്റെ പുറം വൃത്തിയാക്കിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം ഇതിങ്ങനെ ഒന്ന് ആവട്ടെ. നമുക്ക് ഒന്ന് വഴട്ടെ. കൂട്ടത്തിൽ നമുക്ക് എളുപ്പം ഇഞ്ചിയും ഇട്ട് കൊടുക്കണം. സിമ്മിൽ തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഗ്യാസ് സിമ്മിൽ തന്നെ വെച്ചേക്കുന്നത്. നമുക്ക് ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. എളുപ്പമൊന്നാവും. ഞാൻ എല്ലാ വീഡിയോയ്ക്കകത്തും പറയുന്നുണ്ട് എളുപ്പമൊന്നാവും. എളുപ്പമാവും എന്നുള്ള കറക്റ്റ് തന്നെയാണ്. നിങ്ങൾ അതിനായിട്ടുള്ള എല്ലാം ഓരോ നടുക്കിൽ അങ്ങോട്ട് ആക്കുക, അങ്ങോട്ട് അരിഞ്ഞരിഞ്ഞ് അങ്ങോട്ട് ഇടുക. അല്ലാതെ ആദ്യം എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്നൊന്ന് ഇങ്ങനെ കൂട്ടി വയ്ക്കും, പിന്നെ എല്ലാം കൂടെ പതുക്കെ അരിഞ്ഞ് അതിനൊക്കെ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇതൊരെണ്ണം അടുപ്പിലോട്ട് കയറ്റുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത സാധനം അതിനകത്ത് ഇട്ട് കൊടുക്കണ്ടെന്ന് ഇട്ട് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ഈ വിധം ചെയ്താൽ ഇപ്പൊ കൂട്ടത്തിൽ ഞാൻ എന്തോ ചെയ്യാന്നറിയാം.
പെട്ടെന്ന് തന്നെ ചപ്പാത്തിയും കൂടെ അടുത്തടുപ്പിലോട്ടങ്ങ് പരത്തി റെഡിയാക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡി. 4 ചപ്പാത്തി ഉണ്ടാക്കണം നമുക്ക്. വെറും 4 ചപ്പാത്തി. ഇതൊന്ന് ആവട്ടെ. ഞാൻ പച്ചമുളക് ഒരു 5-6 പിച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. പച്ചമുളക് വേണം ഇതിന് കേട്ടോ. പച്ചമുളക് ഉണ്ടെങ്കിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. ആ ഉള്ളിക്കുള്ള ഒരു സ്വല്പം നമുക്ക് ഉപ്പും കൊടുത്തു കൊടുക്കും. ഉള്ളിക്ക് മാത്രമേ, അല്ലെങ്കിൽ ഉള്ളിക്കകത്ത് ഉപ്പ് പിടിക്കാതെ കിടക്കും. ഇത് പായട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. വേണോ വേണ്ടേ 4 കെൽച്ചിന് എടുത്താൽ മതിയായിരുന്നു. പിന്നെ ഞാൻ മൊത്തം സാരം ഇതൊന്ന് ഇതിനകത്തൊന്ന് വഴണ്ടിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കും. നമ്മുടെ മസാല ഐറ്റംസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വെട്ടാം. ഓക്കെ, ആവട്ടെ നല്ലതുപോലെ. ഒരു നുള്ള സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പും കൂടെ, ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് പച്ചമുളക് മസ്റ്റായിട്ട് ചേർക്കണം. ഈ വഴട്ടുന്ന ടൈമിൽ തന്നെ പച്ചമുളക് ചേർക്കണം, അല്ലെങ്കിൽ ഇത് പച്ച കഴിക്കും. മനസ്സിലാകുന്ന ഇതിനകത്ത് ഇഞ്ചിയും ആ സവാളയും പിന്നെ പച്ചമുളകും ഉപ്പും എല്ലാം കൂടെ പിടിച്ചെടുക്കണം. ഇതാണ് ഗ്രീൻ പീസ്. അപ്പം അങ്ങനെ വേണം എപ്പോഴും നിങ്ങൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കേണ്ടത്. ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോൾ ചിലരുണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, ആ തിന്നുമ്പോൾ ആ പച്ച കടിക്കും. അങ്ങനെ വരരുത്. മനസ്സിലായേ? ഞാൻ രാവിലെ ഒരു ഗ്രീൻ ടീ ആണ്, അല്ല ബ്ലാക്ക് ടീ ആണ് കുടിക്കുന്നത്. പിന്നെ ഇച്ചിരി ചായ കുടിക്കും. അതാണിത്. അപ്പം ഇത് നല്ലതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് വെള്ളമെല്ലാം വറ്റി വഴളണം. ഓക്കെ, എന്നിട്ട് അപ്പം ഇൻ ബിറ്റ്വീൻ നമുക്ക് ചെയ്യാം നമ്മുടെ ചപ്പാത്തി പുട്ടൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഉടനെ തന്നെ എനിക്ക് ഇച്ചിരി പച്ചക്കറിയും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത് കഴുകിയില്ല. ആ ഇടികല്ല് ഞാൻ ഇടികല്ല് കഴുകിയിട്ട് ഇച്ചിരി അതിനകത്ത് ഒഴിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും ഇവിടെയൊക്കെ ചേഞ്ചസ് വരുത്തുന്നത് എനിക്കിഷ്ടമാണ്. ചില സമയത്ത് ഞാനൊരു എണ്ണയൊക്കെ വെക്കുന്ന ഇവിടെ ആയിരിക്കും വെക്കുന്നത്. അങ്ങനെ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടെന്ന് തോന്നരുത്. ഇതിനകത്ത് മസാലയും കൂടെ ഞാനൊന്ന് ചേർക്കും. ഇനി വേറൊരു കാര്യം കൂടെ ചേർക്കും ഞാൻ ഇതിനകത്ത് കേട്ടോ. ഇഞ്ചി ചതച്ചഴിട്ടേക്കുന്നുള്ള കാര്യം ഓർമ്മ വേണം. ഇനി ഇതിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഇറക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു തക്കാളി ചേർക്കും. തക്കാളിയും കൂടെ ആകുമ്പോൾ ആ പുളിയും എല്ലാം പിടിക്കും ഇത്. അങ്ങനെ നിങ്ങളൊന്ന് വെച്ച് നോക്കണം ഈ രീതിയിൽ. അപ്പം എനിക്കറിയില്ല നിങ്ങളെങ്ങനെ വെക്കുന്നതെന്ന്. നിങ്ങൾ വെക്കുന്ന രീതിയും ചിലപ്പോൾ ഇതും കറക്റ്റ് ആവാം, പക്ഷേ വെച്ച് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ മല്ലിപ്പൊടി. ഓക്കെ, ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതിനൊരു സ്പൂൺ മുളക് പൊടി, ഇത് തേങ്ങ അരച്ചും വെക്കാം, പക്ഷെ ഞാൻ തേങ്ങ അരച്ച് വെക്കുന്നില്ല. തേങ്ങ അരച്ചും ഇത് വെക്കാം. ഞാൻ ഇതിനും ഒരു സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഈ മസാല ഐറ്റംസാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇപ്പം. ഇനി ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ തക്കാളി ചേർക്കും.
നമുക്ക് ഇറക്കാറാകുമ്പോൾ ചേർക്കാം. ഇറക്കാറാകുമ്പോൾ നമുക്ക് തക്കാളി ഇടണം. ഓക്കെ, ഇളക്കുക, അതിനെ വേകാൻ അനുവദിക്കുക. ഞാനിപ്പോൾ അടുപ്പിലോട്ട് മാറ്റി വയ്ക്കും. ഈ മസാല എല്ലാം ഇതിനകത്ത് ഇരിക്കും കേട്ടോ. നല്ല പോലെ പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. കാരണം ഇങ്ങനെ ഇട്ട് വേവിക്കുന്നതുകൊണ്ട്. ഈ അമ്മക്കിതെടുത്ത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചിട്ട് അവിടെ നമുക്ക് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാം. അടുപ്പ് വെച്ച് തീ ഒന്ന് സിമ്മിലാക്കി കൊടുക്കണം. അവിടെ കണ്ടു വേറെ. ഇനി വേറൊരു കാര്യം ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പ് ചേർത്ത്. ലേശം ഉപ്പ് നമ്മുടെ ഗ്രീൻ പീസിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്ന കാര്യമാണ്, എന്ത് സാധനം നമ്മൾ പാചകം ചെയ്യുന്ന സാധനത്തിനകത്തോട്ട് ഇട്ടാലും എന്ത് തന്നെയാണെങ്കിലും ഇട്ടിട്ട് ഉപ്പാണെങ്കിലും പുളിയാണെങ്കിലും മുളകാണെങ്കിലും മഞ്ഞളാണെങ്കിലും എല്ലാം ഇട്ടിട്ടൊന്ന് ഇളക്കുക. ഓക്കെ, ഇതപ്പം അവിടെ നിന്ന് വേവട്ടെ. ഗ്രീൻ പീസിന് അധികം വേവേ ഇല്ല, അപ്പം പെട്ടെന്ന് റെഡിയാവും. നമ്മുടെ ചായ കുടിച്ചു കഴിഞ്ഞു. ചപ്പാത്തി ഒരെണ്ണം പരത്തിയിട്ടിട്ടുണ്ട്, അത് നമുക്ക് എളുപ്പമാക്കാം. ഇതിൻ്റെ 4 ചുറ്റും സൈഡുകൾ മൊരിയണം കേട്ടോ. നമ്മൾ 4 ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് വിചാരിച്ച്, പക്ഷേ ചേട്ടൻ പറഞ്ഞ ഒരു ചപ്പാത്തി മതിയെന്ന്. അങ്ങനെ 3 ചപ്പാത്തിയെ ഉണ്ടാക്കുന്നുള്ളൂ. പരത്തി പെട്ടെന്ന് നമുക്ക് പിന്നെ ചപ്പാത്തിയും ഗ്രീൻ പീസുമായിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാനും അപ്പം തന്നെ കഴിക്കും. ഓക്കെ, നമുക്കത് അതിൻ്റെ 4 ചുറ്റുമെന്ന് വെച്ചാൽ അത് പച്ച മാവ് പോലെ ഇരിക്കുക. അത് മൊരിഞ്ഞില്ലെങ്കിൽ നല്ലതുപോലെ സൈഡുകൾ മൊരിക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കുക്കറിനകത്ത് ഞാൻ 2 വിസിൽ കേൾപ്പിക്കുന്നുണ്ട്. പെട്ടെന്ന് ആഹാരം വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനത് 2 വിസിൽ കേൾപ്പിച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ ഞാനങ്ങനെ വിസിൽ അതായത് അടച്ചു വെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതേ അല്ല. ഇനി നമ്മൾ നമ്മുടെ വിസിൽ അതിൻ്റെ എയറെല്ലാം പോയതിന് ശേഷം നമ്മൾ ഒരു തക്കാളിയും കുറച്ച് വെള്ളവും ആവശ്യത്തിന് ഉപ്പും മസാലപ്പൊടിയില്ലേ ഗരം മസാല അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് ഉപ്പ് വേണമായിരുന്നു, അത് ഞാൻ ഇട്ട് കൊടുത്ത് തിളപ്പിച്ച് വയ്ക്കുക. ഓക്കെ, നല്ല സൂപ്പറായിട്ട് റെഡിയായത് കേട്ടോ. ഞാനേ ഒരു ചപ്പാത്തി ഇതൊന്ന് ആക്കിയിട്ട് ഞാൻ പോയി കറിവേപ്പിലയും കൂടെ ഇതിനകത്ത് പിച്ച് ചെയ്തു കേട്ടോ. എങ്കിലും എനിക്കൊരു സമാധാനമുണ്ട്. നല്ല ചൂടാണ് ഇപ്പോൾ ഉള്ളത്. 2-3 ദിവസമായിട്ട് ഭയങ്കര ചൂടുണ്ട്, ഭയങ്കരമായ ചൂട്. വരുന്ന ഞാൻ കറിവേപ്പിലയും കൂടെ ഇടാൻ പോയി. നമുക്ക് നമ്മുടെ കറിവേപ്പില പോയി പിച്ചെടുത്ത് ഇട്ട് കൊടുക്കുക. ഓക്കെ, മസാല ഇട്ടിട്ടുണ്ട്. തക്കാളി, ഇനി ഒരു ചപ്പാത്തിയും കൂടെ നമുക്ക് എളുപ്പമാണ്. ഗ്രീൻ പീസ് കറി ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ച് വേണമെങ്കിൽ ആക്കിക്കോ, വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. ഇങ്ങനെ ആക്കിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കാം. അതിനത് ഈ ഒന്നാമത്തെ കാര്യം, ഇതിനകത്ത് എരി കയറത്തില്ല. ഈ ഗ്രീൻ പീസ് കറിക്കകത്ത് ചൊവ്വിന് കടലയ്ക്കകത്തോട്ട് എരി കയറത്തില്ല. അപ്പോൾ ഭയങ്കര മധുരിക്കും. കുറച്ച് പച്ചമുളക് ഇട്ടിരുന്നാൽ നല്ലതാണ്. ഓക്കെ, ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് വിഷ്ണുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കാൻ. ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ്.
ഓക്കെ. അപ്പോൾ ഇനി എനിക്ക് പച്ചക്കറി ഉച്ചക്കലത്തേക്കുള്ള ചോറിൻ്റെ പച്ചക്കറിയും കൂടെ ആക്കണം. നിങ്ങളെ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പടപടാന്ന് ഉണ്ടാക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.